ചേട്ടാ, ഈ മുദ്ര ലോൺ അതിൻ്റെ പരിധി 10 നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തി എന്ന് പറയുന്നു. അപ്പോൾ ധനമന്ത്രി ഇപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ മുദ്ര ലോൺ കേരളത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എൻ്റെ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുടെ സംശയമാണ്. ഇത് കേൾക്കുമ്പോൾ നികേഷ് കുമാർ റിപ്പോർട്ടർ TV-ലിരുന്നിട്ട് ഈ എല്ലാവരും കൂടി ഇരുന്നുള്ള ചർച്ചയില്ലേ, എഡിറ്റേഴ്സ് എന്തോ ഒരു സംഭവം അതിരുന്നിട്ട് ഒരു വെല്ലുവിളി നടത്തി. ഈ സൗജന്യമായി ഗ്യാസ് കൊടുക്കുന്ന പദ്ധതിയുണ്ട്, ഉജ്ജ്വല യോജന. ഇത് പ്രകാരം കേരളത്തിൽ ഗ്യാസ് കിട്ടിയ ഒരാളെയെങ്കിലും കാണിച്ചു കൊടുക്കാമോ എന്നൊരു വെല്ലുവിളി നടത്തി. ആയിരക്കണക്കിന് ആളുകളാണ് ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ കള്ളത്തരമാണ്. ഈ മുദ്രാ ലോണിൻ്റെ കുറിച്ച് ഞാൻ പറയാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ സിനു പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഞാനിപ്പോൾ മുദ്രയുടെ സൈറ്റിൽ കയറി നോക്കുമായിരുന്നു. മുദ്രയുടെ സൈറ്റ് പ്രകാരം കേരളത്തിൽ 17,81,474 പേർക്ക് മുദ്രാ ലോൺ കിട്ടിയിട്ടുണ്ട്. 17,81,474 പേർക്ക്. ചെറിയ കണക്കാണ്, കേരളത്തിൽ 4 കോടിയാണ് ജനസംഖ്യ. 17,80,18 ലക്ഷം പേർക്ക് മുദ്രാ ലോൺ കിട്ടിയിട്ടുണ്ട്. ഇനി 2022-23 വർഷം സാമ്പത്തിക വർഷം, കഴിഞ്ഞ സാമ്പത്തിക വർഷം മുദ്രയിൽ കേരളത്തിൽ വിതരണം ചെയ്ത തുക എത്രയാണെന്നറിയോ? 15,400.47 കോടി രൂപ. വലിയ തുകയാണത്. തീർന്നില്ല. ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ കൊടുത്തത് എത്രയാണെന്നറിയോ? 11,577.58 കോടി രൂപ. ചെറിയ തുകയാണോ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഏതാണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷം ഇതുവരെ ഇനി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 11,577.58 കോടി രൂപ മുദ്രയിൽ കേരളത്തിൽ കിട്ടി. കഴിഞ്ഞ വർഷം 15,400. രണ്ടും കൂടെ കൂട്ടിയാൽ ഈ കഴിഞ്ഞ വർഷം കിട്ടിയത് തന്നെ കൊടുത്താൽ ഈ വർഷം ഏതാണ്ട് 32 സെയിം തുക എടുത്താൽ ഈ വർഷം ഏതാണ്ട് 32,000 കോടി രൂപ കേരളത്തിൽ മുദ്രാ ലോൺ കിട്ടി. ഈ ലോണിൻ്റെ സംശയം എന്താ? സംശയം കിട്ടിയവർ പറയുന്നില്ല, അതായിരിക്കാം. കിട്ടിയവർ പറയുന്നില്ല, അതുകൊണ്ടായിരിക്കും. ഇനി ഇന്ത്യയിലാകെ കൊടുത്തത് എത്രയെന്നറിയോ? 27.75 ലക്ഷം കോടി. ലക്ഷമല്ല, 27.75 ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ മുദ്രാ ലോൺ കൊടുത്തിട്ടുണ്ട്. അതായത് 47 കോടി അല്ലെങ്കിൽ പുതിയ സംരംഭകർക്ക് മുദ്രാ ലോണിൻ്റെ പ്രയോജനം കിട്ടി. ഇതാണ് മുദ്രാ ലോണിൻ്റെ സ്ഥിതി. മുദ്രാ ലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മുദ്ര എന്നറിയാം. പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY എന്ന സ്കീമിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച ഒരു പുതിയ പദ്ധതിയാണ് മുദ്രാ ലോൺ. അത് 3 തരത്തിലാണ്. അതായത് ശിശു, കിഷോർ, തരുൺ. ശിശു ലോൺ, ശിശു മുദ്ര, കിഷോർ മുദ്ര, തരുൺ മുദ്ര. അതായത് 50,000 രൂപ വരെ ശിശു. കിഷോർ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ. 50,000 മുതൽ 5 ലക്ഷം വരെ കിഷോർ, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ തരുൺ. ഇങ്ങനെയായിരുന്നു മുദ്ര കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 10 ലക്ഷം എന്നുള്ള 20 ലക്ഷം രൂപയാക്കി ഉയർത്താൻ തീരുമാനിച്ചതുകൊണ്ട് ഇനി അതിൻ്റെ സ്കീം മിക്കവാറും അത് വിശദമായിട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇരട്ടിയാവും. അതായത് ശിശു എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ വരെയാവാം, തരുൺ എന്ന് പറയുന്നത് 10 ലക്ഷം 20 ലക്ഷം വരെയാവാം, കിഷോർ 10 ലക്ഷം വരെയാവാം. അപ്പോൾ 20 ലക്ഷം രൂപ വരെയുള്ള പാക്കേജ് ഇപ്പോൾ ഉള്ളതിൻ്റെ 50,000, 5,000, 10,000, 50,000, 5 ലക്ഷം, 10 ലക്ഷം എന്നുള്ളത് 1 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം രൂപയായിട്ടായിരിക്കും സ്വാഭാവികമായി ശിശു, കിഷോർ, തരുൺ ലോണുകൾ മാറുന്നത്. ഇതാണ് മുദ്രാ ലോണിൻ്റെ ഒരു സ്കീം എന്ന് പറയുന്നത്. ഇതെങ്ങനെ ആർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു ലോൺ കുടിശ്ശിക ഇല്ലാത്ത ആർക്കും ഇത് കിട്ടാൻ അർഹതയുണ്ട്. നമ്മുടെ പേരിൽ വായ്പാ കുടിശ്ശികകൾ ഇല്ലാതിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഇത് നമ്മളീ പറയുന്നത് കൃത്യമായ ആധികാരികമായ കാര്യങ്ങളല്ല. വെബ്സൈറ്റിലും ബാങ്കുകളിലും ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. പിന്നെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു സംരംഭം തുടങ്ങാൻ, നടത്തിക്കൊണ്ടുപോകാൻ പണമില്ലാത്തവർക്ക് പണം ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പണമില്ലാതെ വരുന്നത് എപ്പോഴാണെന്നറിയോ? കടം വാങ്ങാൻ ശേഷിയില്ലാതെ വരുമ്പോഴാണ്. കടം വാങ്ങാനുള്ള ശേഷി ഉണ്ടാവുന്നത് നമ്മുടെ പക്കൽ ഒന്ന് ഈടുവെക്കാനുള്ള വസ്തുക്കൾ വേണം, അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിയാൽ അത് തിരിച്ചടയ്ക്കും എന്ന് ജാമ്യം നിൽക്കാൻ ആൾ വേണം. ഇത് രണ്ടുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവർക്ക് പണയം വെക്കാൻ വസ്തു ഉണ്ടാവത്തില്ല, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ അവർക്കൊരു ലോൺ കൊടുത്താൽ ഇയാൾ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ജാമ്യം നിൽക്കാൻ
ആളുണ്ടാവില്ല. അപ്പം ഗ്യാരണ്ടിക്ക് ആളും ഇല്ലാതെ വരുന്ന അവസ്ഥ. അത് ഏറ്റവും ദരിദ്രരായിട്ടുള്ള, ഏറ്റവും നിസ്സഹായരായിട്ടുള്ള, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കീം തുടങ്ങിയിരിക്കുന്നത്. അതനുസരിച്ച് നമുക്കൊരു ഈടും വേണ്ട, കൊളാറ്ററൽ ഇല്ലാതെ ജാമ്യം കിട്ടുന്നു എന്നതാണ് മുദ്രാ ലോണിൻ്റെ സവിശേഷത. ജാമ്യമില്ല. അതിന് നമ്മൾ ഒരു വിശദമായി ബാങ്കിൽ പോയി അപേക്ഷ കൊടുക്കുക, നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മുദ്രയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇപ്പോഴും ആളുകൾക്ക് ഇതേക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പലിശ എന്ന് പറയുന്നത് സാധാരണ പലിശയേക്കാൾ അല്പം കൂടുതലാണ്. കാരണം ഇത് ഈടില്ലാതെ ബാങ്കുകൾ തരുന്നതാണ്. ഈടില്ലാതെ ഇത് അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഒരു വലിയ ചോദ്യമുണ്ട്. ഈടില്ലല്ലോ, ബാക്കിയുള്ളത് ജപ്തി ചെയ്തുകൊണ്ട് പോകാം. ഇതിനകത്തും നമ്മൾ മെഷീനറി അടക്കമുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പം വണ്ടി മേടിക്കാൻ മുദ്രാ ലോൺ കിട്ടും, നിങ്ങൾക്കൊരു ഹോട്ടൽ തുടങ്ങാൻ കിട്ടും, നിങ്ങൾക്കൊരു പച്ചക്കറി കട തുടങ്ങാനും മുദ്രാ ലോൺ കിട്ടും. അതല്ല നിങ്ങൾക്കൊരു ഒരു ഓഫീസ് സംരംഭം തുടങ്ങാൻ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനും മുദ്ര കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ മുദ്രാ ലോൺ കിട്ടാത്ത മേഖലകൾ ഒന്നുമില്ലെന്ന് പറയാം. ഒരു സാധാരണക്കാരന് അവൻ്റെ സ്വന്തം ഒരു സംരംഭം തുടങ്ങി അവൻ്റെ ജീവിതം കരുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ലോണാണ് മുദ്രാ ലോൺ. അതുകൊണ്ടാണ് 47 കോടി ആളുകൾ ഉപഭോക്താക്കൾ ഇപ്പോൾ മുദ്രാ ലോണുണ്ട്. 47 കോടി ആളുകൾക്ക് മുദ്രാ ലോൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മുദ്രാ ലോണിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ എനിക്കറിയാം, നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകരൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പല സ്ഥലത്തു നിന്നും ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട് മുദ്രാ ലോൺ കിട്ടാനെന്നാണ്. ബാങ്കിൽ പോവുക, ഏതൊരു ബാങ്കും മുദ്രാ ലോൺ കൊടുത്തിരിക്കണം എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ കർശന നിർദ്ദേശമാണ്. നിരസിക്കാൻ മതിയായ കാരണമില്ലാതെ മുദ്രാ ലോൺ നിരസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ബാങ്കുകളിൽ ചെന്നാൽ അവർ മുദ്രാ ലോണിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് കാരണം മുദ്രാ ലോൺ കൊടുത്താൽ അതിൻ്റെ ക്രെഡിറ്റ് മോഡിക്ക് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കാരണം കേരളത്തിൽ വലിയ പരാതികളുണ്ട്. മുദ്രാ ലോൺ കേരളത്തിൽ വിതരണം ചെയ്യുന്നതിനെ അട്ടിമറിക്കാൻ കേരളത്തിലെ ബാങ്കുകളിലെ തൊഴിലാളി യൂണിയൻ, കേരളത്തിലെ ബാങ്കുകളിലെ പ്രബലമായ തൊഴിലാളി യൂണിയൻ AIBA എന്ന് പറയുന്ന CPA ബന്ധമുള്ളൊരു യൂണിയനും BFI എന്ന് പറയുന്ന BFI എന്ന് പറയുന്ന CPM സ്പോൺസേഡ് യൂണിയനുകളാണ് കേരളത്തിലെ ബാങ്കുകൾ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ലോണിന് അപേക്ഷിച്ച് വന്നാൽ പിന്നെ എവിടെ മുദ്രയൊന്നും കിട്ടുന്നില്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് വിട്ട പല അനുഭവങ്ങളുണ്ട്. പലരും പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുദ്രാ ലോൺ എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ, ഈ നാട്ടിലെ ഒരു പൗരൻ്റെ അവകാശമാണ്. അത് നിഷേധിക്കുന്ന ശ്രമമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. എന്നിട്ടും കേരളത്തിൽ 17,81,474 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പം ഈ പറയുന്ന തരത്തിൽ യഥാർത്ഥ ആവശ്യമുള്ള ആളുകൾക്ക്, നീഡിയായിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടുന്നില്ല എന്ന് വ്യാപകമായ പരാതി നിലനിൽക്കെ എങ്ങനെ 17,81,474 പേർക്ക് കിട്ടി എന്നുള്ളത് പ്രസക്തമാണ്. ഒന്നെങ്കിൽ അവരവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബലമായി അവർ ഫൈറ്റ് ചെയ്ത് വാങ്ങിയതായിരിക്കും. അല്ലെങ്കിൽ അതിനകത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പരാതി ലോൺ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് സാധാരണക്കാർ ഒരുപാട് പേര് സിനു പറഞ്ഞ പോലെ പരാതി പറയുന്നുണ്ടെങ്കിൽ 17,81,000 പേർക്ക് അല്ലെങ്കിൽ 18 ലക്ഷത്തിനടുത്ത ആളുകൾക്ക് കിട്ടിയത് ഒരുപക്ഷെ പരിശോധിക്കേണ്ടി വരും. കാരണം ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കിലെ യൂണിയൻ ആളുകൾ ഇവിടെ ഈ ലോണൊന്നും കിട്ടത്തില്ല, ഇത് മുദ്ര ഒന്നും എടുക്കണ്ട കേട്ടോ, നിങ്ങൾ വല്ല വസ്തു ഉണ്ടെങ്കിൽ അത് പണയം വെക്കുക, അല്ലെങ്കിൽ സ്വർണ്ണം പണയം വെച്ചെടുക്കുക, ഇതൊക്കെ ഭയങ്കര പലിശയാണ്, ഇതിലൊന്നും പോകല്ലേ, ഇത് കെണിയാവും എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളുടെ പരാതികൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരാതി ഇരിക്കെ എങ്ങനെ 18 ലക്ഷം പേർക്ക് കേരളത്തിൽ കിട്ടി? അതൊരു പക്ഷേ നമ്മുടെ കരുവന്നൂരൊക്കെ നടന്നു പോയൊരു കുംഭകോണം ആയിരിക്കാം. വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇവർ തന്നെ വിളിച്ച് മുദ്രാ ലോൺ കൊടുത്തു, ഇത് അടച്ചില്ലെങ്കിലും ഒന്നുമില്ലാന്ന്. കാരണം കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടു, കേരളത്തിൽ ഒരുപാട് ആളുകൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ, ഇതിൻ്റെ കോൺസെൻട്രേറ്റർ, എനിക്കിത് പറയുന്ന അലിഗേഷനാണ്, വസ്തുതയാവണമെന്നില്ല, ചില പ്രത്യേക പ്രദേശങ്ങളിൽ വലിയ തോതിൽ മുദ്രാ ലോൺ കൊടുത്തിട്ടുണ്ട്. വാശിക്ക് പോയി ലോൺ എടുക്കുകയാണ്, എന്നിട്ട് അതിന് ബാങ്കുകാരും ഒത്താശ ചെയ്യുന്നു. ഈ ലോൺ മോദിയുടെ ലോണല്ലേ, ഇത് തിരിച്ചടയ്ക്കുന്നില്ല, എന്നാ ചെയ്യുന്നു കാണട്ടെ. ഇങ്ങനെ നിലപാട് അങ്ങനെ കുറേ ആളുകൾ കേരളത്തിൽ ലോൺ എടുക്കുന്നുണ്ട് എന്ന് ഒരു പരാതി സമീപകാലത്ത് ഞാൻ കേട്ടു. അതിൻ്റെ നിജസ്ഥിതി അറിയില്ല, ഒരു ഫേക്ക് ക്യാമ്പയിനാണോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഇപ്പോൾ സിനൂപ്പ പറഞ്ഞപ്പോഴാണ് ഇത് കിട്ടുന്നില്ല, ആളുകൾക്ക് അറിയില്ല, മുദ്രയോ എവിടെ കിട്ടും എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എങ്ങനെ 18 ലക്ഷം പേർക്ക് കിട്ടി എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അർഹരായ ജെനുവിനായിട്ടുള്ള അപേക്ഷകർക്കാണ് കിട്ടിയെങ്കിൽ വളരെ നല്ല കാര്യം. ഇത്രയും പേർക്ക് 18 ലക്ഷം പേർക്ക് കൊടുത്ത ബാങ്കിലെ ഉദ്യോഗസ്ഥരെ നമ്മൾ അഭിനന്ദിക്കണം. പക്ഷേ ഇപ്പോഴും നമുക്ക് എവിടെ ചോദിച്ചാലോ മുദ്രാ ലോൺ അതൊക്കെ കിട്ടാൻ പാടാണെന്ന് പറയുന്നവരെയാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. എവിടെ നോക്കിയാലും നമ്മുടെ പ്രേക്ഷകർക്കറിയാം, ഒരു മുദ്രാ ലോണിന് സമീപിച്ചിട്ട് കിട്ടാത്തവരോ
അല്ലെങ്കിൽ കിട്ടാത്തവർ പറയുന്ന പരാതി കേട്ടവരോ ആയ ആളുകൾ നമ്മുടെ പ്രേക്ഷകരിലുണ്ടാവും. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആളുകൾ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ബാങ്കിലെ ജീവനക്കാരുടെ ഇടപാട്. ഇതൊക്കെ പോയി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി പ്രധാനമന്ത്രി ലോൺ ഈടില്ലാതെ ലോൺ തന്ന പ്രധാനമന്ത്രിയുടെ അച്ഛൻ അടയ്ക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരെ എനിക്കറിയാം. കാരണം ഇതൊക്കെ ഈ ഇത്തരം പദ്ധതികൾ കേരളത്തിൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവർ ബാങ്ക് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുള്ള പരാതി വ്യാപകമാണ്. അപ്പോഴാണ് ഇപ്പം ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത് 20 ലക്ഷമായി ഇതിൻ്റെ സ്ലാബ് ഉയർത്താൻ തീരുമാനിച്ചതിൻ്റെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മുദ്രയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ 20 ലക്ഷം രൂപ വരെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ ഈ ലോൺ ഈടില്ലാതെ കിട്ടുന്ന അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുക ഈ ബജറ്റിലൂടെ. അപ്പോൾ കേരളത്തിലും ഒരുപാട് തൊഴിൽ രഹിതരായ ആളുകൾക്ക് ജീവിതമാർഗം എന്ന നിലയിൽ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ഈടും ഇല്ലാതെ ലോൺ കിട്ടാനുള്ള ഒരു പുതിയ വാതിൽ തുറന്നു കിട്ടും. 20 ലക്ഷം രൂപ വരെ കിട്ടും. അപ്പോൾ എത്ര ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റും? അപ്പോൾ നമ്മുടെ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ വരെ ആളുകളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ, ഇത് മുദ്രാ ലോൺ എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാൻ നമ്മുടെ ആളുകൾ തയ്യാറായി വരണം. ഇപ്പോൾ BJP-ക്കാർ പറയുന്നുണ്ട് മുദ്രാ ലോൺ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുമോ, പരാതി ഞങ്ങൾക്ക് തരുമോ, ഞങ്ങൾ ഇടപെടാം. അല്ലെങ്കിൽ ഒരു ബാങ്കിൽ അപേക്ഷ കൊടുക്കുന്നു, മുദ്രാ ലോൺ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുതി തരാൻ പറയുക. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കനറ ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ഏത് ബാങ്ക് പോട്ടെ മുദ്രാ ലോൺ തരാൻ പറ്റില്ല, മാനേജർ എഴുതാ എന്ന് പറഞ്ഞാൽ എഴുതി മേടിക്കുക. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പം 20 ലക്ഷം രൂപ വരെ ഒരു ഈടും ഇല്ലാതെ ലോൺ കിട്ടുന്ന ഒരു സാഹചര്യം പുതിയ മോദി സർക്കാർ, 3ാം നരേന്ദ്രമോദി സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുക. ഇത് അവെയിൽ ചെയ്യാൻ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറഞ്ഞ പോലെ എനിക്കും സിനുവിനൊക്കെ അറിയാവുന്ന ഒരുപാട് പേർ ഈ ലോൺ കിട്ടാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അവർ പരിശോധിക്കണം എന്തുകൊണ്ട് ലോൺ കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന തരത്തിലേക്ക് ഈ പ്ലാനിനെ പുതുക്കപ്പെടുന്നതാണ് ബജറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അവകാശമാണിത് ചോദിച്ചു വാങ്ങണം. ഈ നിങ്ങൾക്ക് ലോൺ തരാതെ പറഞ്ഞു വിടുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ, മതപരമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാധീനത്തിൻ്റെ ഭാഗമായി ഈടില്ലാത്ത കൊളാറ്ററൽ വേണ്ടാത്ത ഈ ലോൺ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷം 15,400 കോടി രൂപയും 15,400 കോടി രൂപയാണ്. വലിയ തുകയാണ്. ഇപ്പോൾ ഈ വർഷം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 11,577.58 കോടി രൂപയും ഇതുവരെ വിതരണം ചെയ്തു. ഇത് അടുത്ത മാർച്ച് വരെ തുടരും. ഈ സാമ്പത്തിക വർഷം മാർച്ച് മുതൽ ഇപ്പം എത്ര മാസമായി? 3 മാസം, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ കഷ്ടിച്ച് 4-5 മാസത്തിനിടയിൽ കേരളത്തിൽ 11,577.58 കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു ബാങ്കുകൾ. പ്രേക്ഷകർ ശ്രദ്ധിക്കണം, വലിയ തുക വിതരണം ചെയ്തു. ഇനിയും 4-5 മാസം ബാക്കിയുണ്ട്. ആ 4-5 മാസത്തിനുള്ളിൽ ഈ 20 ലക്ഷം രൂപ വരെ ലോൺ കിട്ടാനുള്ള ഒരവസരമാണ് പുതിയ ബജറ്റിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഈ തുക എങ്ങോട്ടാണ് പോയതെന്നുള്ള അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബാങ്ക് മാനേജർ പറയുകയാണ് നിങ്ങൾക്ക് ഈ ലോണില്ല, ഈ ലോൺ കിട്ടാൻ അർഹതയില്ല, ഇവിടെങ്കിലും മുദ്രാ ലോണില്ല എന്ന് പറയുകയാണെങ്കിൽ ചോദിക്കണം, എങ്ങനെയാണ് കേരളത്തിൽ 17,81,474 പേർക്ക് ഇതുവരെ ലോൺ കിട്ടിയത്? അത്രയും പേർക്ക് കിട്ടാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടാൻ അർഹതയില്ല? അത്രയും പേർക്ക് കൊടുത്തത് നിങ്ങളെപ്പോലുള്ള ബാങ്കുകളാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല? നിങ്ങൾ കഴിഞ്ഞ വർഷം മാത്രം 15,400 കോടി രൂപ കൊടുത്തില്ലേ? ഈ വർഷം ഇതുവരെ 11,577.58 കോടി കൊടുത്തില്ലേ? എന്നിട്ടും നിങ്ങൾ ഈ ലോൺ തരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് അർഹതയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ ഓരോ മനുഷ്യരും തയ്യാറായി വരണം. കാരണം ഇത് ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ അവരുടെ ജീവിത നിലവാരം ഉയർത്താനും അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാനും വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അതിബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഇതിനെ അട്ടിമറിക്കാൻ കേരളത്തിലെ ബാങ്ക് ഉദ്യോഗസ്ഥർ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണം. കാരണം ഇത് ആരുടെയും വീട്ടിലെ പൈസയൊന്നുമില്ല, ഏതെങ്കിലും പാർട്ടിക്കാർക്കോ അവർക്ക് ഇഷ്ടമുള്ള ചില ആളുകൾക്കോ കൊടുക്കാനുള്ളതല്ല, എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ അവകാശപ്പെട്ട തുകയാണ്. തികച്ചും സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ട് കാരണം ഇന്ത്യയിൽ ഒരു സർക്കാരും ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടില്ല. സാധാരണക്കാരായ സാധുക്കളായ ജനങ്ങൾക്ക് ഒരു വായ്പ എടുക്കാനുള്ള ആസ്തി ഇല്ലാത്ത, ഒരു ജാമ്യം നിൽക്കാൻ പോലും ആരുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ആവിഷ്കരിപ്പിച്ച് നടപ്പാക്കിയ ഈ പദ്ധതി കേരളത്തിൽ 18 ലക്ഷത്തോളം പേർക്ക് കിട്ടിയിട്ടും കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രം ഏതാണ്ട് 30,000 കോടിയോളം വിതരണം ചെയ്തിട്ടും നിങ്ങൾക്ക്
നിങ്ങൾക്കറിയാവുന്ന ആളുകൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ ഇതിലെവിടെയോ കുഴപ്പമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ തയ്യാറായി വരണം. അതിന് രാഷ്ട്രീയം ഉപയോഗിക്കേണ്ടെന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം തന്നെ ചെലുത്തണം. ഏതെങ്കിലും ബാങ്കുകാർ നിഷേധിക്കുകയാണെങ്കിൽ ഒരു സംശയവും കൂടാതെ നിർഭയമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരെ പരാതിപ്പെട്ട് നിങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ തയ്യാറാവണം. കാരണം ഈ ബജറ്റിലൂടെ 20 ലക്ഷം രൂപ വരെ ആ ലോൺ ഉയർത്തിയിട്ടുണ്ട്. അതൊരു നല്ല പ്രഖ്യാപനമാണ്. അത് പ്രയോജനപ്പെടുത്താൻ നമ്മുടെ പ്രേക്ഷകർ തയ്യാറാവട്ടെ. ആവശ്യക്കാരായ ആളുകളെ സഹായിക്കാനും പ്രേക്ഷകർ തയ്യാറാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.